നമസ്കാരം. 5 വർഷത്തെ തൻ്റെ സംഭവബഹുലമായ കേരള ജീവിതത്തിന് ശേഷം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർ തിരിച്ചു പോയിരിക്കുന്നു. നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, SDPI പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജ പ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. ബീഹാർ ഗവർണറായി നിയമനം നേടിയാണ് അദ്ദേഹം യാത്രയായത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മറ്റ് നേതാക്കളോ അദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. കാരണം അദ്ദേഹം കേരള സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ പച്ചയ്ക്ക് നിർത്തി തുണിയൊരിഞ്ഞ ഒരു ഗവർണറാണ്. മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ധനമന്ത്രിയോട് തനിക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ ധൈര്യമുള്ള ഒരു ഗവർണർ. പല ബില്ലുകളും ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്ന ഗതികേട് CPM ഗവൺമെന്റിനുണ്ടാക്കിയ ഗവർണർ. ക്ഷമിക്കുമോ CPM? ഒരിക്കലുമില്ല. അവർ യാത്രയയപ്പ് നൽകില്ല. പക്ഷേ ഈ യാത്രയയപ്പ് നൽകാതിരിക്കലാണ് ആരിഫ് മുഹമ്മദ് ഖാനുള്ള ആദരവ്. കാരണം CPM ഗവൺമെന്റ് യാത്രയയപ്പ് നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹം അവർക്ക് വഴിപ്പെട്ട് എന്തൊക്കെയോ അഴിമതികൾക്ക് കുടപിടിച്ചിരുന്നു എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല വാക്കുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയോ മറച്ചുവെച്ച് കേരള സർക്കാരിനെ സഹായിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇതൊന്നുമില്ലാതെ, കോലാഹലങ്ങളൊന്നുമില്ലാതെ രാജ്ഭവനിലെ ആ സ്റ്റാഫിന് അവർക്ക് ടാറ്റ നൽകിക്കൊണ്ട്, കേരള ജനതയോട് നന്ദി പറഞ്ഞുകൊണ്ട്, കേരളത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമെന്ന് പത്രക്കാരോട് പറഞ്ഞുകൊണ്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രയായിരിക്കുന്നു. നന്ദി സർ. ഈ CPM ഗവൺമെന്റിന് അവർ സർവകലാശാലകളിൽ നടത്തിയിരുന്ന അഴിമതിയെ, സ്വജനപക്ഷപാതത്തെ, പിൻവാതിൽ നിയമനങ്ങളെ ഒക്കെ തുറന്നു കാട്ടിയതിന് നന്ദി സർ. പണ്ട് നമ്മൾ പറയുമായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സ്ഥാനമുണ്ടെന്നും അതിൻ്റെ അധികാരം എത്രയാണെന്നും നമ്മൾ മനസ്സിലാക്കിയത് TN ശേഷൻ എന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതിന് ശേഷമാണെന്ന്. ഇപ്പോൾ ഗവർണർ എന്താണെന്നും ഗവർണർക്ക് നൽകിയിരിക്കുന്ന ചാൻസലർ പട്ടം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും മലയാളിക്ക് ബോധ്യമാക്കി കൊടുത്തിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവമുള്ള മനുഷ്യൻ. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് പല പാർട്ടികളിൽ മാറി മാറി സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും ആ പാർട്ടികളിൽ നിന്ന് എതിർപ്പ് വന്നപ്പോൾ ആ പാർട്ടികളിൽ നിന്ന് മാറി മറ്റു പാർട്ടികൾ ചുവടുറപ്പിച്ച് അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ മുത്തലാഖ് പ്രശ്നത്തിലാണ് മോദി സർക്കാരിനോട് ചേർന്ന് നിന്നത്. ഇന്ന് ഒരു യാത്രയയപ്പ് പോലും കൊടുക്കാതെ മാറി നിൽക്കുന്ന CPM ഒരിക്കൽ ആരിഫ് മുഹമ്മദ് ഖാനെ
അനുമോദിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിക്കത്ത് കൊടുത്ത് പുറത്തു വന്നപ്പോഴാണ്. ഷാബാനു കേസിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കും വിധം രാജീവ് ഗാന്ധി മന്ത്രിസഭ മുസ്ലിം ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാർക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടത്തിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ട് ഗവൺമെന്റിനെ, രാജീവ് ഗാന്ധി മന്ത്രിസഭയെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും അത് ആ നിലപാടുകളിൽ രാജീവ് ഗാന്ധിക്ക് എതിർപ്പുകൾ ഉണ്ടായപ്പോൾ രാജിക്കത്ത് കൊടുത്ത് പുറത്തു വരികയും ചെയ്തു. അന്നാണ് CPM ആരിഫ് മുഹമ്മദ് ഖാനെ അന്ന് അനുമോദിച്ചത്. അതേ CPM ആണിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ അനാദരവോടുകൂടി യാത്രയച്ചത്. അന്നും ഇന്നും നീതിയുടെ പക്ഷത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹവും ജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. മലയാളിക്ക് അദ്ദേഹം ശക്തമായ ഒരു പ്രതിപക്ഷമാണ്. ആരോരും ചോദിക്കാനില്ലാതെ അനാഥമായി പോയ മലയാളിക്ക്, ഇവിടെ പ്രതിപക്ഷമുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ നിശബ്ദരായിപ്പോയ മലയാളിക്ക് ഒരു നായകനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം SFIക്കെതിരെ പ്രതികരിച്ച് റോഡിലിറങ്ങിയപ്പോൾ മാനാഞ്ചിറയിൽ നിന്നും മിഠായി തെരുവിലൊക്കെ നടന്ന് ഒരു കടയിൽ കയറി ഹൽവ വാങ്ങി തിന്നപ്പോൾ അതിൻ്റെ മധുരം കേരളത്തിലെ ജനങ്ങൾ കൂടി അനുഭവിച്ചു. കുട്ടികളെയും ജനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തപ്പോൾ അത് കണ്ടു നിന്ന ജനം കൈയടിച്ചു. SFIയിലെ ആർഷോയെ പോലെയുള്ള കുട്ടി നേതാക്കന്മാരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ പോലും ആരിഫ് ഖാന് മടിയുണ്ടായിരുന്നില്ല. അവർ ദേശീയവാദിയായ ആരിഫ് മുഹമ്മദ് ഖാനോട് സംഘി ഗവർണർ ഗോ ബാക്ക് എന്നാണ് പറഞ്ഞത്. ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന്, അതിനെ പാഠ്യപദ്ധതിയിലേക്ക് വരുന്നതിന്, നമ്മുടെ ശരിയായ ചരിത്രം പഠിപ്പിക്കുന്നതിന്, സംസ്കൃതത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന്, ഇതിനെയൊക്കെ കാവ്യവൽക്കരണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളോട് അതേ നാണയത്തിൽ മറുപടി പറയാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു. ഇനി വരുന്ന ഗവർണർ യഥാർത്ഥത്തിലൊരു RSSകാരനാണെന്ന് പറയപ്പെടുന്നു. ചരിത്രം നമുക്ക് ബാക്കി ഇനി കാണാം. എന്തായാലും മലയാളികൾക്ക് മുമ്പിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സർവകലാശാല നിയമനങ്ങളും ഈ സർവകലാശാലയിൽ നടക്കുന്ന അഴിമതികളും തുറന്നു കാണിച്ചതിന്, മറ്റൊരു ഗവർണറും ചെയ്യാത്ത വിധത്തിൽ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് നിയമന അഴിമതികൾ, സഖാക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും പിൻവാതിലിലൂടെ നിയമിക്കുന്ന ആ പ്രക്രിയകൾ തുറന്നു കാണിച്ചതിന് അദ്ദേഹത്തോട് മലയാളിക്ക് എന്നും നന്ദി ഉണ്ടായിരിക്കും. ആലോചിച്ചു നോക്കൂ, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി സഖാക്കന്മാരെ, ചെറുപ്പക്കാരായ കുട്ടി സഖാക്കന്മാരെ വെല്ലുവിളിച്ചതുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നടത്തിയ ആ ചടുലമായ പ്രവർത്തനങ്ങൾ, അതിന് കേരള ജനത കൈയടിച്ചപ്പോൾ CPM വിരണ്ടില്ലേ? തീർച്ചയായും വിരണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാന്യമായൊരു യാത്രയയപ്പ് പോലും കൊടുക്കാൻ കഴിയാതെ തരംതാണ വിധത്തിൽ CPM പെരുമാറുന്നത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ ഗവർണറെ കേരളം മറക്കില്ല. സർവകലാശാലയുടെ ചിട്ടവട്ടങ്ങൾ CPMനെ പഠിപ്പിച്ചതിൽ ആരിഫ് മുഹമ്മദ് ഖാനുള്ള പങ്കും മറക്കില്ല. എവിടെയായിരുന്നാലും
ആശംസകൾ സർ. നന്നായിരിക്കട്ടെ. നന്ദി.